ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളെ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ട മലയാള സിനിമയാണ് തുടരും. ചിത്രത്തിന്റെ 17-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ 200 കോടി ക്ലബിൽ എത്തപ്പെട്ടിരുന്നു. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ മോഹൻലാൽ തന്നെ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ അണിയറ പ്രവർത്തകർ സന്തോഷം പങ്കുവച്ചുകൊണ്ട് വിവിധ ആഘോഷ പരിപാടികൾ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ആദ്യ 15 ദിവസം കൊണ്ട് 86 കോടി 25 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത്. 16-ാം ദിവസമായ ശനിയാഴ്ച കേരള കഷ്ണായി 3 കോടി 80 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 16 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റും നേടിയെടുത്തിരുന്നു. 2018 എന്ന ടോവിനോ ചിത്രം നിലവിൽ നേടിയെടുത്തിരുന്ന 89 കോടി 50 ലക്ഷം എന്ന കളക്ഷൻ റെക്കോർഡാണ് 90 കോടി 5 ലക്ഷം രൂപയിലൂടെ തുടരും എന്ന ഈ മോഹൻലാൽ ചിത്രം മറികടന്നത്. ചിത്രത്തിന്റെ 17-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് 4 കോടി 80 ലക്ഷം രൂപയാണ്. അങ്ങനെ 17 ദിവസം പിന്നിടുമ്പോൾ 94 കോടി 85 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത 1-2 ദിവസങ്ങളുള്ളിൽ തന്നെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ എത്തപ്പെടും എന്ന് ഉറപ്പാണ്. വർക്കിംഗ് ദിനവും 3ാമത്തെ തിങ്കളാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ 95 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 17-ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് 7 കോടി രൂപയാണ്. ചിത്രം ശനിയാഴ്ച വരെയുള്ള ആദ്യ 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 195 കോടി രൂപയായിരുന്നു നേടിയെടുത്തിരുന്നത്. ഇന്നലെ ഞായറാഴ്ചയിലെ 7 കോടി ഉൾപ്പെടെ 202 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം വെള്ളിയാഴ്ചയായിരുന്നു ഈ സിനിമയുടെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്തത്. ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ തമിഴ് പതിപ്പിൽ നിന്ന് മാത്രം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ തമിഴ്നാട്ടിൽ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന്റെ മലയാളം പതിപ്പ് തമിഴ്നാട്ടിൽ 3 കോടി 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 4 കോടി 30 ലക്ഷം രൂപയാണ് തമിഴ് മലയാളം പതിപ്പ് വഴി തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഈ സിനിമയ്ക്ക് സ്വന്തമാക്കിയിട്ടുള്ളത്. ദിലീപിന്റെ 150ാമത്തെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിൽ വിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്ത ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ചിത്രത്തിൽ ദിലീപിനൊപ്പം സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, ഉർവശി, മഞ്ജു പിള്ള, ജോസുകുട്ടി ജേക്കബ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച 95 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ 2ാം ദിവസമായ ശനിയാഴ്ച 1 കോടി 5 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 2 കോടി കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരള കളക്ഷനായി 1 കോടി 42 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. നിലവിൽ 3 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 3 കോടി 42 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5-5.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആസിഫ് അലി നായകനായി തമർ കെ വി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് സർക്കിട്ട്. ബാലതാരം ഓർഹാൻ, ദിവ്യപ്രഭ, രമ്യ സുരേഷ്, ദീപക് പറമ്പോൾ, സ്വാതിദാസ് പ്രഭു, അലക്സാണ്ടർ പ്രശാന്ത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായത്തിനനുസരിച്ചുള്ള കളക്ഷൻ റെക്കോർഡല്ല നേടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരള കളക്ഷനായി 35 ലക്ഷമാണ് കളക്ട് ചെയ്തതെങ്കിൽ 2ാം ദിവസമായ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 26 ലക്ഷം രൂപയായിരുന്നു. 3ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 28 ലക്ഷം രൂപ മാത്രമാണ്. ആദ്യ 3 ദിവസം കൊണ്ട് 89 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ 4ാം ദിവസവും വീക്കെൻഡ് കൂടിയ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 42 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 1 കോടി 31 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പ്രതീക്ഷിക്കുന്നത് 3 കോടിക്ക് മുകളിലുമാണ്. സർക്കിട്ട് എന്ന ആസിഫ് അലി ചിത്രത്തോടൊപ്പം മെയ് 8 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഫൺ, ഫാന്റസി, ഫാമിലി, കോമഡി, എന്റർടൈനർ സിനിമയാണ് പടക്കളം. നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് നിതിൻ സി ബാബു, മനു സ്വരാജ് എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, നിരഞ്ജന, അനൂപ്, സന്ദീപ് പ്രദീപ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 35 ലക്ഷം രൂപയായിരുന്നു. 2ാം ദിവസമായ വെള്ളിയാഴ്ചയും 35 ലക്ഷം രൂപ കേരളത്തിൽ കളക്ട് ചെയ്ത ഈ സിനിമ 3ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് 57 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1 കോടി 27 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 4ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 81 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 2 കോടി 8 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4-4.5 കോടി റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.